എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫോറിയു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപൂർവങ്ങളായ രണ്ട് പക്ഷികളുടെ ചിത്രം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. നിങ്ങളെക്കുറിച്ച് രഹസ്യമുണ്ട്, പറയാം. ആദ്യം നിങ്ങൾ ഏതെങ്കിലും രണ്ട് പക്ഷികളിൽ ഒന്നിനെ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊന്നാമത്തെ പൈലായ ഈ പക്ഷിയെ പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളെക്കുറിച്ച് ഒരു രഹസ്യം പറയുവാനുണ്ട്. ജീവിതത്തിൽ മറ്റാരുമായി പെട്ടെന്ന് ഇണങ്ങാതെ ജീവിതം കൊണ്ടുപോകുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളുടേതായ ശരികളും നിങ്ങളുടേതായ നിലപാടുകളും ജീവിതത്തിലുടനീളം നിങ്ങൾ പുലർത്തുന്നുണ്ട്. വലിയ വലിയ പ്രതിസന്ധികൾ കടന്നുപോയി, വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ കടന്നുപോയാണ് നിങ്ങൾ ജീവിതം കൊണ്ടുപോയത്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ പല പ്രശ്നങ്ങളും പല പ്രതിസന്ധികളും നിങ്ങളെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. മറ്റാരും സഹായിക്കാനില്ലാതെ, മറ്റാരോടും മനസ്സ് തുറക്കാൻ കഴിയാതെ നിങ്ങൾ കുറേ ജീവിച്ചിട്ടുണ്ട്. മറ്റുള്ളവർ കരുതി നിങ്ങളെല്ലാം തികഞ്ഞൊരു വ്യക്തിയാണെന്നാണ്. നിങ്ങൾ നിങ്ങളുടെ അഹങ്കാരം കൊണ്ടാണ് മറ്റുള്ളവരോട് മിണ്ടാതെ പറയാതെ പോകുന്നതെന്ന് പോലും അവർ കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരും നിങ്ങളെ സഹായിച്ചില്ല. ആർക്കു മുമ്പിലും സഹായഹസ്തങ്ങളുമായി കൈനീട്ടുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിനും നിങ്ങൾ തയ്യാറല്ലായിരുന്നു. എല്ലാവരും അഹങ്കാരി ആയി നിങ്ങളെ ചിത്രീകരിച്ചു. ഒരുപാട് കെട്ടുകഥകളും ഗോസിപ്പുകളും വ്യാജ കഥകളും നിങ്ങളെക്കുറിച്ച് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ അതെല്ലാം സഹിച്ചാണ് നിങ്ങൾ മുന്നോട്ട് പോയത്. ഏറ്റവും അടുത്ത ഉത്തരവാദിത്തപ്പെട്ടവർ പോലും നിങ്ങളെ സഹായിച്ചിട്ടില്ല ഒരു കാര്യത്തിലും. എല്ലാവരും അവഗണിക്കുകയായിരുന്നു. അങ്ങനെ ഒറ്റപ്പെട്ടവനെന്ന് മുദ്രകുത്തി നിങ്ങളെ തകർത്ത് തച്ചുടച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചില ദുഃഖങ്ങളുണ്ടാവുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചില ദുഃഖങ്ങൾ ഇങ്ങനെ അലയടിച്ച് വരുന്നുണ്ട്. എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ ഇഷ്ടപ്പെടാൻ ആരുമില്ല എന്നുള്ള തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ട്. ആരും സഹായിക്കാനില്ല എന്നുള്ള തോന്നലുണ്ട്. ആരും നിങ്ങൾക്ക് വേണ്ടി ഒരു നന്മയും ചെയ്യാൻ വരുന്നില്ല. എങ്ങനെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നു എന്ന് പോലും ആരും ചോദിക്കുന്നില്ല. എല്ലാവരും അവഗണിച്ചിട്ട് നിങ്ങൾക്ക് പിന്നാലെ ആളുകൾ വരും. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതാണ്. എല്ലാവരും നിങ്ങളെ അവഗണിച്ച് നിങ്ങളെ ഒന്നുമല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഈശ്വരൻ നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളുടെ കാൽ കീഴിൽ വരുന്ന ഒരവസരം നൽകുന്നു. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾക്കുണ്ടായ മനോവിഷമവും ദുഃഖവും ഒറ്റപ്പെടലിൻ്റെ വേദനയും മാറുകയാണ്. നിങ്ങൾക്ക് വരാൻ പോകുന്ന സൗഭാഗ്യം എന്ന് പറയുന്നത് എല്ലാവരും നിങ്ങളെ അവഗണിച്ച് പോയതിൻ്റെ വിഷമം നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. എല്ലാവർക്കും ഇനി നിങ്ങൾ വേണ്ടി വരും. നിങ്ങളില്ലാതെ ആർക്കും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ സംജാതമാകും. നിങ്ങളുടെ ജീവിതത്തിൽ അതാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളെ ഒറ്റപ്പെടുത്തിയ ആളുകൾ, നിങ്ങളെ ഒന്നുമല്ലാതാക്കിയ ആളുകൾ മനസ്സിലാക്കാൻ പോകുന്നത് തന്നെയാണ്. നിങ്ങളില്ലാതെ ഇനി ഒന്നും നടക്കില്ല. എല്ലാത്തിൻ്റെയും ശ്രദ്ധാകേന്ദ്രമായി നിങ്ങൾ മാറുകയും ചെയ്യും. അതായിട്ട് രണ്ടാമത്തെ ഈ ഫയൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങാണ് പറയുന്നത്. ആരെയും ഉപദ്രവിക്കാതെയും ആർക്കും ഒരു ദ്രോഹം ഉണ്ടാക്കാതെയുമാണ് നിങ്ങൾ ജീവിച്ചു പോയത്. നിങ്ങൾക്കൊന്നും ലഭിച്ചിട്ടില്ല. എല്ലാവരും നിങ്ങളെ വഞ്ചിച്ച്, എല്ലാവരും നിങ്ങളിൽ നിന്ന് മൂല്യങ്ങളൊക്കെ തട്ടിയെടുത്തുകൊണ്ട് പോയവരാണ്. അവർ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാക്കിയ പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാം. എല്ലാവരും നേടിയെടുത്തു നിങ്ങളിൽ നിന്ന്. എന്നിട്ട് നിങ്ങളെ വൃഥാ അവഗണിക്കുകയായിരുന്നു. ഒരുപാട് വേദനകൾ അതിനെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിലുണ്ടായി. എന്തുകൊണ്ട് എല്ലാവരും എന്നെ ഇങ്ങനെ അവഗണിക്കുന്നു? ആരും ആത്മാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കാനില്ലാത്തൊരവസ്ഥ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾക്കുണ്ടായതാണ്. നിങ്ങളുടെ അത്രയും നന്മയില്ലാത്ത, നിങ്ങളുടെ അത്രയും നന്മ ചെയ്യാത്ത, നിങ്ങളുടെ അത്രയും നല്ല മനസ്സില്ലാത്ത ആളുകൾക്ക് പോലും ഈശ്വരൻ നല്ല ജീവിതം നൽകിയെന്ന് നിങ്ങൾ പരാതിപ്പെടാറുണ്ട് മനസ്സിൽ. നിങ്ങളുടെ ശക്തിയോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന
നിങ്ങളുടെ ആ ദൈവത്തോട് നിങ്ങളെപ്പോഴും പറയാറുണ്ട്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ദുരിതം വെച്ചത്, അപൂർവമായ ഒരു ജന്മമായി പോയില്ല എൻ്റേത്. നിങ്ങളങ്ങനെയൊക്കെ ജീവിതം കൊണ്ടുപോയി, നിങ്ങളങ്ങനെയൊക്കെ ജീവിതം കണ്ടു. നിങ്ങളൊട്ടും ഭയപ്പെടാനില്ല. നിങ്ങളുടെ മുമ്പിൽ സന്തോഷമുണ്ട്, നിങ്ങളുടെ മുമ്പിൽ സമാധാനമുണ്ട്, നേട്ടമുണ്ടെന്ന് അഭിനയിക്കുന്ന ആളുകളെയാണ് നിങ്ങൾ കാണുന്നത്. എല്ലാവരാലും വഞ്ചിക്കപ്പെട്ടെങ്കിലും ഒന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്കുള്ള സമാധാനം ആർക്കുമില്ല. ഇനിയും നിങ്ങൾക്ക് സമാധാനം കിട്ടും. സമാധാനക്കേടിൻ്റെ ഒരു കണിക പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. നേട്ടങ്ങൾ കുറവാണെങ്കിലും നിങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അത് തന്നെയാണ്. ഒരു സമാധാനക്കേടും നിങ്ങളെ ബാധിക്കില്ല, ഒരു പ്രതിസന്ധിയും നിങ്ങളെ ബാധിക്കില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് സംരക്ഷണം ലഭിക്കും. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോൾ, ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്ത് പോകുന്നതിന് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും വേണ്ടി ഒരുപാട് ആളുകൾ വന്നപ്പോൾ നിങ്ങളെ സ്നേഹിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. നിങ്ങളെ മനസ്സിലാക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ മനസ്സിലെ നന്മ അറിയാവുന്നവർ പോലും നിങ്ങൾ മോശക്കാരിയാണ്, മോശക്കാരനാണെന്ന് പറയാനാണ് ശ്രമിച്ചത്. അങ്ങനെ പോയവർക്ക് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയണം. നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും, എല്ലാവരും എന്നെ പറ്റിച്ച്, എന്നെ അവഗണിച്ച്, എന്നിലേക്ക് എല്ലാ തെറ്റുകളും ആരോപിച്ചുകൊണ്ട് എല്ലാവരും രക്ഷപ്പെട്ടു പോയെന്ന് നിങ്ങൾ കരുതുന്നുണ്ട്. നിങ്ങൾ ആരും എവിടെ പോയെന്ന് അന്വേഷിക്കുന്നില്ല. പക്ഷേ അവരൊക്കെ നിങ്ങളുടെ കാൽ കീഴിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും, എന്താണ് എല്ലാവരും എൻ്റെ കാൽ കീഴിൽ വരുന്നത്? അവർക്കൊന്നും മനസ്സമാധാനം കിട്ടില്ല അവരുടെ പ്രവർത്തനങ്ങൾ മൂലം. നിങ്ങൾക്ക് അത് വേണ്ടുവോളം നിങ്ങളുടെ ശക്തി നൽകും. കാരണം അന്യായമായിട്ടൊന്നും ചെയ്യാത്ത, അന്യായമായിട്ടൊന്നും പ്രവർത്തിക്കാത്ത നിങ്ങൾക്ക് ജീവിതാവസാനം വരെ നിങ്ങളുടെ ശക്തി നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സമാധാനമാണ്. അതിൽ കൂടുതൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ലോകം മുഴുവനും സമാധാനക്കേടായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു തിക്തഫലവും അനുഭവിക്കേണ്ടി വരില്ല. എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളും അതിജീവിച്ചുകൊണ്ട് നിങ്ങളുടെ നല്ല മനസ്സിന് ഈശ്വരൻ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം നിങ്ങൾക്ക് ലഭിക്കുന്ന സമാധാനമാണ്. അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതിലേക്കാണ് എല്ലാം കടന്നു വരുന്നത്. നിങ്ങൾ നോക്കിക്കൊള്ളുക. അവഗണിച്ചവരും അവഗണിക്കാൻ പ്രേരിപ്പിച്ചവരും അവഗണിക്കുന്നതിന് കൂട്ടുനിന്നവരും എല്ലാം ആ തിക്തഫലം അനുഭവിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം. അതുകൊണ്ട് ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.